ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരാണ് വൈഷ്ണവി. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് ആയിരിക്കും എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്നത് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻലി സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിന്നെ ഡീറ്റാനിങ്ങിനും ഒക്കെ വേണ്ടിയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന്. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഓട്സ് ആണ്. ഇതിൽ ഈ ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി അത് പകുതി മാത്രം മുറിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആണ് ഇന്നത്തെ ഫേസ് പാക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ഞാൻ എടുത്തു വച്ചിരുന്ന പകുതി തക്കാളിയുടെ പ്യൂരി ഫുള്ളും ഇതിനകത്ത് തൈരിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തു വച്ചിരുന്ന ഓട്സും കൂടെ ഈ തൈരിനകത്തും കൂടെ ചേർത്ത് വെച്ചിരുന്ന തക്കാളിയുടെ നീരിനകത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3-4 സ്പൂണേ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ഇടാവുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിന്. എനിക്കിപ്പോൾ 2 പേർക്ക് തേക്കാനുള്ള അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം നമ്മുടെ പാക്കിന്. എന്നുവെച്ചാൽ ലിക്വിഡും അല്ല ഒരു സോളിഡും അല്ലാത്ത രീതിയിൽ മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ. അപ്പം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫേസ് പാക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യം ഈ വീഡിയോയ്ക്ക് മുമ്പേ ഫേസ് ഫുള്ളും ക്ലീൻ ചെയ്ത് ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഞാൻ പക്ഷെ ജസ്റ്റ് ഒരു കണ്ണിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്, ലിപ് ബാമും ഇട്ടിട്ടുള്ളൂ. നമുക്ക് കണ്ണിൻ്റെ ചുറ്റും അത്രയും വലിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പാക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ണ് വരച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പം എൻ്റെ കയ്യിൽ ആപ്ലിക്കേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈവച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുടിയും കൂടെ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട്, എവിടെ ആവാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഈ 15 മിനിറ്റ്സ് ഫേസ് പാക്ക് വെച്ചേക്കുന്ന 15 മിനിറ്റ്സ് നിങ്ങളുടെ ഫേസ് അനക്കാനോ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ചിരിക്കാനോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് സംസാരിക്കാനോ പോവില്ല. അങ്ങനെയാണെങ്കിൽ ചിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിലും നമുക്ക് സ്മൈൽ ലൈനൊക്കെ വരത്തില്ലേ, ആ ലൈന് പിന്നെ ക്ലിയർ ആയിട്ട് ഡോമിനൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരാൻ ചാൻസ് ഉണ്ട് ഈ ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബാർ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഞാനിവിടെ കാണിക്കുന്ന പോലെ കണ്ണ് എഴുതിയിട്ടോ പൊട്ടിട്ടോ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളെ സ്കിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഞാനിവിടെ നെക്കിലും എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ നെക്കിലും കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിന് കുറച്ചും കൂടെ ബ്രൈറ്റൻ അപ്പ് ആക്കാൻ സാധിക്കും. സെയിം സ്കിൻ ടോണ് കഴുത്തിലും കയ്യിലും കൊണ്ടുവരാൻ സാധിക്കും കുറച്ചെങ്കിലും. അപ്പം അത് മിസ് ഔട്ട് ആകല്ലോ. നമ്മുടെ കൈയും നമ്മുടെ ഒരു ഓർഗൻ അല്ലേ, അപ്പോൾ അത് ആരും അവോയ്ഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട്. നമുക്കിപ്പോൾ കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴേ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കണ്ടില്ലേ ഫേസിൽ, ബ്രൈറ്റൻ ആയില്ലേ ഫേസ്, നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നില്ലേ. ഇതാണ് ഈ ഇൻഗ്രീഡിയൻസ്, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പം
അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്, ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്സ് ആണ്. ഓട്സ് ഞാൻ ഇവിടെ പൊടിച്ചാണ് എടുത്തേക്കുന്നത്. പൊടിച്ചെടുത്തേക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ തേക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ അല്ലാതെ സാധാ ഓട്സ് ഇട്ടാൽ അത് വലിയ വലിയ കട്ടയായിട്ട് നമ്മുടെ ഫേസിലിരിക്കും. അത് പിന്നെ തനിയെ നമ്മുടെ ഫേസിൽ നിന്ന് ഇടുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് പോയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ട് അപ്പം പൊടിച്ചിട്ടിടുമ്പോഴത്തേക്ക് അത് അവിടെ തന്നെ നിന്നോളും. അതുകൊണ്ടാണ്. അപ്പം ഓട്സിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യും. നമ്മുടെ ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, സ്കിന്നിൽ ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതിൻ്റെ ഈ നമ്മുടെ സെൻസിറ്റീവ് സ്കിൻസ് ഒക്കെ ആണെങ്കിൽ അതിനൊരു റിലീഫ് കിട്ടും നമുക്ക്. പിന്നെ അത് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ, നമ്മുടെ ഓൾറെഡി ഉള്ള സ്കിന്നിൻ്റെ കളറ് അത് ഇച്ചിരിയും കൂടെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഓട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഓട്സ് ഏത് സ്കിൻ ടാപ്പിന് വേണമെങ്കിലും, ഡ്രൈ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും പോലും നമുക്ക് ഓട്സ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പിന്നെ ഞാൻ മറന്നുപോയി, കൊളാജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂത്ത്ഫുൾനെസ് കൂട്ടുന്ന ഒരു ഘടകമുണ്ട് നമ്മുടെ സ്കിന്നിൽ. അത് കുറച്ചും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും ഈ ഓട്സ്. അതാണ് വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളൂ ഓട്സിന്റെ ബെനിഫിറ്റ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് പറഞ്ഞാൽ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നിങ്ങൾക്ക് അറിയാലോ, അത് ബ്രൈറ്റൻ അപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന്. അതുപോലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. പിന്നെ എക്സസീവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലെൻസ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന പറഞ്ഞാൽ കേർഡാണ്. കേർഡ് നിങ്ങൾക്ക് അറിയാലോ, അതൊരു ഡീടാനിങ് ഏജന്റ് ആണ്. നല്ലപോലെ നമ്മുടെ ടാൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വെയിലത്ത് നിന്നൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ കേർഡ് എടുത്ത് അപ്ലൈ ചെയ്താൽ നമുക്കത് ടാൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് അറിയിക്കണം. അതെനിക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് നൽകും. എന്നിട്ട് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓൾസോ. അപ്പം ബൈ ബൈ ഗൈസ്.